ഹായ് കേരറ്റ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2025 ടിയർ റാലി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നവംബർ 27-നും 28-നുമായിരുന്നു. പാസ്സായ എല്ലാ കുട്ടികൾക്കും മാന ഡിഫൻസ് അക്കാഡമിയുടെ കൺഗ്രാറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2025 ടിയർ റാലിയുടെ എക്സാം പാറ്റേണും പിന്നെ അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുമാണ്. ആദ്യമായിട്ടൊക്കെ ടിയർ റാലി ഓടിയ ഒത്തിരി കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. പാസ്സായ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഡൗട്ടാണ് ടിയർ റാലിയുടെ പ്രോപ്പർ എക്സാം പാറ്റേൺ എന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളും ഫിസിക്കൽ പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ കാണുക. നെക്സ്റ്റ് ടിയർ റാലിക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും കണ്ടിരിക്കണം ഈ ഒരു വീഡിയോ. അതനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പ്ലാനിങ്ങിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഗൂഗിളിൽ പോയി ചെക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മറ്റേത് സൈറ്റിൽ പോയി ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് പ്രോപ്പർ ടിയർ റാലിയുടെ എക്സാം പാറ്റേണും സിലബസും ലഭിക്കത്തില്ല. അതേപോലെ തന്നെ ഓരോ സിലബസിൻ്റെ ഡീറ്റെയിൽഡ് ടോപ്പിക് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഉടനെ തന്നെ. പിന്നെ ഒരു സ്പെഷ്യൽ കാര്യം പറയാനുള്ളത്, പാസ്സായ എല്ലാ കുട്ടികൾക്കും വേണ്ടി അന ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. എല്ലാ കാര്യങ്ങളും തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളും ഒരു ഡിഫൻസ് ജോബാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടുന്നിടം വരെ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് എക്സാം പാറ്റേൺ. ഇത് നേരത്തെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതനുസരിച്ചിട്ടാണ് അന ഡിഫൻസ് അക്കാഡമി ഫിസിക്കൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികൾ അതിനകത്തുണ്ട്. അവരുടെ ആൾറെഡി ഒരു 25% ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ന്യൂ ബാച്ച് ലോഞ്ച് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മുതലേ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഈ എക്സാം പാറ്റേൺ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിൽ എത്താൻ പറ്റത്തുള്ളൂ. അതിന് മുന്നേ കുട്ടികളെ 2024-25 അന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നും 4 കുട്ടികളാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇത് തന്നെ ഒരു ടോപ്പ് അച്ചീവ്മെൻ്റ് ആണ് നമ്മുടെ അക്കാഡമിയുടേത്. ഇവർക്ക് പ്രൊവൈഡ് ചെയ്ത ക്ലാസ്സിനെക്കാട്ടിയും ഒരു തകർപ്പൻ ക്ലാസ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം 2025 ടിയർ റാലി കംപ്ലീറ്റ് ആയപ്പോൾ ഇത്രയും കുട്ടികൾ അന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് പാസ്സായിട്ടുണ്ട്. 8 കുട്ടികളാണ് പാസ്സായിരിക്കുന്നത്. ഈ എല്ലാ കുട്ടികൾക്കും ഇനി നമ്മൾ അടിപൊളി ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. ടിയർ റാലി ഓടി കയറുക എന്ന് പറയാൻ അത്ര സിമ്പിളല്ല. എല്ലാവർക്കും അറിയാം. ഇവിടെ നിന്ന് കാശ് ചിലവാക്കി ഇത്രയും ദൂരെ പോകുന്നു, ഡോക്യുമെൻ്റ് റെഡിയാക്കുന്നു, അതിനുശേഷം രാവിലെ 3:30 ആകുമ്പം റാലി പ്ലേസിൽ എത്തുന്നു, പിന്നെ മറ്റ് സ്റ്റേറ്റിൻ്റെ കുട്ടികൾക്കിടയിൽ റൺ ചെയ്യുക, അത്ര സിമ്പിളല്ല. അപ്പോൾ പാസ്സായി കിട്ടിയ ചാൻസ് മിസ് ചെയ്യരുത്. നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഞാൻ 100% ഗ്യാരണ്ടി തരികയാണ്. നിങ്ങളൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരും. അതിൻ്റെ റീസൺ കൂടി ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, എക്സാം പാറ്റേണിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് പ്രോപ്പറായിട്ടുള്ള ടിയുടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ വന്ന കാര്യമാണ്. അതായത് പ്രോപ്പർ സിലബസ് അപ്ഡേറ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ ട്രേഡ് GD ആണെന്നുണ്ടെങ്കിൽ, അതായത് GD ട്രേഡിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ GKയിൽ നിന്ന് ടോട്ടൽ 20 ക്വസ്റ്റ്യൻ വരും. ഓരോ ക്വസ്റ്റിന് 2 മാർക്ക് 40. GSൽ നിന്നും, GS എന്ന് പറയുമ്പോൾ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. അപ്പോൾ ഫിസിക്സിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ നിന്ന് 5, ബയോളജിയിൽ നിന്ന് 5. ഈ 5 ക്വസ്റ്റിന് വേണ്ടി എത്ര ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യണം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വാരി വലിച്ച് പഠിക്കരുത്, മനസ്സിലായോ? അപ്പോൾ GSൽ നിന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്നും 15 ക്വസ്റ്റ്യൻ 30 മാർക്സ്. മാത്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ. മാത്സിനകത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ ടോപ്പിക് നിങ്ങൾ പഠിച്ചിരിക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സാം ഓറിയൻറ്റഡ് ടോപ്പിക് മാത്രം പഠിക്കുക, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. SSCGയുടെ സിലബസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. മനസ്സിലായ കുട്ടികളെ? നെക്സ്റ്റ് ആണ് സോൾജർ ട്രേഡ്സ്മാൻ 10th. ജിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 50 ക്വസ്റ്റ്യൻ 100 മാർക്സ്. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക്. പ്രീവിയസ് ഇയറിലെ കാര്യം പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു. ഇത്തവണ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് ട്രേഡ്സ്മാൻ 10th ലെവൽ. 10th ലെവലിൻ്റെയും 8th ലെവലിൻ്റെയും സിലബസ് ഒന്ന് തന്നെയാണ്. GKയിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, ജനറൽ സയൻസ് 15, മാത്സ് 15, ടോട്ടൽ 50 ക്വസ്റ്റ്യൻ 100 മാർക്സ്. കുട്ടികൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഇവിടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും കാര്യം നമ്മൾ എടുക്കുമ്പോൾ വെയിറ്റേജ് കൂടുതൽ എന്ന് പറയുന്നത് GKക്കാണ്. ഈ GKയുടെ കാര്യം പറഞ്ഞാൽ സ്റ്റാറ്റിക് GKയിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക് പഠിക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്റ്റാറ്റിക് GKയുടെ കാര്യം പറയുമ്പോൾ തന്നെ മോർ ദാൻ 35 ടോപ്പിക്സ് ഉണ്ട്. ഒരു SSCGD ലെവൽ പറയുമ്പോൾ അത്രയും ടോപ്പിക്കൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല, മനസ്സിലായി? അതുകൊണ്ട് എക്സാം ഓറിയൻറ്റഡ് പഠിക്കുക. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. ഈ 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 40 മാർക്സ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റുന്നതായിരിക്കും. പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് വീഡിയോ ഞാൻ ഉടനെ ഷെയർ ചെയ്യുന്നുണ്ട്. 2024 കട്ട് ഓഫ് എന്തായിരുന്നു അതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ട്രേഡ്സ്മാൻ്റെത് സെയിം തന്നെയാണ്. 8th ലെവലിൻ്റെ 10th സെയിം തന്നെയാണ് കേട്ടോ കുട്ടികളെ. ഇനി ക്ലർക്ക് എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്ത കുട്ടികൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കിവിടെ 2 പാർട്ടായിട്ടാണ് എക്സാം വരാൻ പോകുന്നത്. പാർട്ട് 1ൽ 25 ക്വസ്റ്റ്യൻ. പാർട്ട് 1ലെ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കുക. GK ഉണ്ട്, GS ഉണ്ട്, മാത്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. ടോട്ടൽ 25 ക്വസ്റ്റ്യൻ. 25 × 2
50 മാർക്സ്. ഇനി ജനറൽ ഇംഗ്ലീഷിന് ടോട്ടൽ 25 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഇവിടെയും 25 × 2 50 മാർക്സ്, ടോട്ടൽ 100 മാർക്സിൻ്റെ എക്സാമാണ് ക്ലർക്കിൻ്റെയും. ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ കുട്ടികളെ? ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നെഗറ്റീവ് മാർക്കിങ്ങിനെ പറ്റിയും. അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് നോട്ടിഫിക്കേഷനിൽ വന്ന അപ്ഡേറ്റ് ആണ്. പ്രീവിയസ് ഇയറിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു. അതുകൊണ്ട് പഠിക്കാത്ത കുട്ടികൾക്ക് മറിഞ്ഞുകൂടാത്തയും എല്ലാം കറക്കി കുത്തായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ പറ്റത്തില്ല. കാരണം എന്താണ്? ഇവിടെ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് ലഭിക്കും. നിങ്ങളുടെ ആൻസർ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 1 മാർക്ക് പോകുന്നതായിരിക്കും. അതുകൊണ്ട് കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട്. എക്സാം ഓഡിയോ ലെവൽ വെച്ച് നിങ്ങൾക്കറിയാം നല്ലപോലെ പഠിക്കുന്ന, അതായത് പഠിപ്പിസ്റ്റുകളൊന്നും എന്തായാലും ഫിസിക്കൽ ക്വാളിഫൈ ചെയ്ത് കാണത്തില്ല. ഒരു മീഡിയം ലെവലിലുള്ള കുട്ടികളായിരിക്കും. കുറച്ചൊന്ന് എഫേർട്ട് എടുത്താൽ എന്തായാലും നിങ്ങൾ കയറി പോകുന്നതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ, ഈ ഒരു എക്സാം പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രോപ്പർ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു കോഴ്സിന് ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ 4000 ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് കാണും. ഡെയിലി ലൈവ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സാം എന്നാണ് നിങ്ങൾക്കറിയാം, ജനുവരി 18-നാണ്. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ 2 ദിവസം ക്ലാസ് കാണും, സൺഡേയിൽ ക്ലാസ് കാണും. നമ്മൾ പോർഷൻസ് എല്ലാം നേരത്തെ കവർ ചെയ്യും. അതനുസരിച്ച് റിവിഷന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പ്രീവിയസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായ കുട്ടികളെ? ഡെയിലി ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് സെഷൻ എന്ന് പറഞ്ഞാൽ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് കാണാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്. ഈ ഒരു ടിയർ റാലി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഒത്തിരി കുട്ടികൾ പലയിടത്തും ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് രാവിലെ ജോലിക്ക് പോകാം, പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ അവർക്ക് ഈ റെക്കോർഡഡ് ക്ലാസ് കാണാവുന്നതാണ്. ക്ലിയർ? വീക്കിൽ 6 ദിവസവും ക്ലാസ് ഉണ്ട്. ഡെയിലി പ്രാക്ടീസ് പേപ്പർ കിട്ടും, അതായത് DPP കിട്ടും. പിന്നെ റിവിഷൻ ക്ലാസ്സുകൾ, പിന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആർമി GDക്കൊക്കെ തയ്യാറെടുത്ത കുട്ടികൾക്ക് ആർമി GDയുടെ മോക്ക് ടെസ്റ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ? ഇതാണ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ടോട്ടൽ ഫീസ് 4000 ആണ്. അപ്പോൾ ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ക്ലിയർ കുട്ടികളെ? ഫൈനലി എല്ലാ കുട്ടികളും ആനന്ദ് ഡിഫൻസ് അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. കറണ്ടായിട്ട് വരുന്ന കറക്റ്റ് അപ്ഡേറ്റുകൾ പെട്ടെന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ്. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്. ഉടനെ തന്നെ എല്ലാവരും ജോയിൻ ആകുക. നെക്സ്റ്റ് ഫൈനലി കുട്ടികളെ, ഈ ഒരു ചാനൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കുന്നുണ്ട്. ഒന്നും തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാറില്ല. നോക്കൂ കുട്ടികളെ, തൊഴിൽ വാർത്തയിൽ അപ്ഡേറ്റ്സ് ഉണ്ട്, ആർമിയുടെ ഉണ്ട്, SSC GD ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്, പിന്നെ ഡൽഹി പോലീസിൻ്റെ ഉണ്ട്, മൾട്ടി ടാസ്കിംഗ് ഉണ്ട്, TA ഉണ്ട്, നേവിയുടെ ഉണ്ട്, എല്ലാത്തിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ ഡിഫൻസ് ഫോഴ്സിന് കറക്റ്റ് അപ്ഡേറ്റ് കിട്ടാൻ ഈ ഒരു ചാനൽ നിങ്ങൾ തീർച്ചയായും ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ? ഫൈനലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ 2 ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാട്സപ്പ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. കോൾ ചെയ്യണോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോളിങ് ചെയ്യാവുന്നതാണ്. എല്ലാ ഡൗട്ടും നിങ്ങളുടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കറക്റ്റ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് നമ്മുടെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.